ആദ്യത്തെ വിസിലടിച്ചു. അതെ, നമ്മൾ അടുത്ത് പോകുന്നത് രാമനാഥപുരം. ഇവിടെ 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 ഇവിടാണ് നമ്മൾ പോകാൻ പോകുന്നത് അടുത്ത്. ഇതാണ് ബിനീഷ വെച്ച കിഴങ്ങ് കറി അല്ലേ? കിഴങ്ങ് തപ്പി എടുക്കണം കിഴങ്ങൊക്കെ. ഹായ് കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ ബിനീഷയാണ്. എടാ ചേട്ടാ, നമ്മള് റീസ്റ്റാർട്ട് ചെയ്തല്ലേ? അതെ, നമ്മള് യാത്ര വീണ്ടും കണ്ടിന്യൂ ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ എവിടെ പോകുന്ന അറിയോ? രാമനാഥപുരം. അതെ, നമ്മൾ നിർത്തിയത് രാമനാഥപുരത്താണ് നിർത്തിയത്. അതെ, അപ്പൊ നമ്മളിതാ വീണ്ടും രാമനാഥപുരത്തു നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. നമ്മൾ ഇറങ്ങിയിട്ട് കുറച്ചധികം സമയമായി അല്ലേ? തമിഴ്നാട് കേറിയിട്ടുണ്ട് അല്ലേ? രാവിലെ 7 മണിക്ക് ഇറങ്ങിയാണ്. ഇപ്പൊ നിലവിൽ 10-11 മണിയായി. ഞങ്ങള് തെങ്കാശിയായി. അന്നേരം ഇപ്പൊ സമയം കറക്റ്റ് 10-15 കേട്ടോ. 10-15 ആയപ്പോ ഞങ്ങൾ തെങ്കാശി എത്തി. രാമനാഥപുരത്തിന് ഇവിടുന്ന് ഏകദേശം 215 കിലോമീറ്റർ ഉണ്ട്. ഓക്കെ, പിന്നെ എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഇറങ്ങിയപ്പോ എനിക്ക് കുറച്ച് വയ്യായിരുന്നു അല്ലേ? പിന്നെ ഇപ്പൊ എല്ലാം സെറ്റായി. പിന്നെ വഴിയിൽ നമ്മുടെ ഫ്രണ്ടിനെ കണ്ടു. കൊറേ നേരം നമ്മൾ സംസാരിച്ച് നിന്നു. ആള് ചെക്ക് പോസ്റ്റ് വർക്ക് ചെയ്യും അല്ലേ? അപ്പൊ ചേട്ടനെയൊക്കെ കണ്ട് നമ്മള് പിന്നെ ഇപ്പൊ നമ്മള് കുറച്ചങ്ങോട്ടായി. പക്ഷെ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും ഞങ്ങൾക്ക് കൺഫ്യൂഷൻ ആണ്. കാരണം ഇവിടുന്ന് കഴിക്കണോ അതോ നമ്മളെല്ലാം പ്രിപ്പയർ ആണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം പോയതിനെക്കാട്ടിലും നമ്മൾ പ്രിപ്പയർ ആയിട്ടാ പോകുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ നമ്മൾ അധികം ഫുഡിന്റെ സാധനങ്ങളൊന്നും കൊണ്ടുപോയിട്ടില്ല. കാരണം നമ്മൾ വിചാരിച്ച് കുക്ക് ചെയ്ത് കഴിക്കാം, ഭക്ഷണമൊക്കെ പുറത്തുനിന്ന് കഴിക്കാം. റെഡി കുക്ക് പെട്ടെന്ന് ആഹാരം പാകം ചെയ്ത് കഴിക്കാൻ പറ്റിയ സംഭവങ്ങൾ റെഡി ആക്കിയിട്ടുണ്ട്. ഞങ്ങൾ പോകുന്ന വഴിക്ക് എവിടെങ്കിലും നിർത്തി അടിപൊളി ഹെൽത്തി ഫുഡ് ഞങ്ങൾ കഴിക്കും. കഴിഞ്ഞ ട്രിപ്പാണ് പട്ടിണി നടക്കത്തില്ല. അതെ, ഞങ്ങള് ഇപ്രാവശ്യം അവല്, ബ്രെഡ്, പിന്നെ അവലിനകത്ത് ഇടാനായിട്ടുള്ള വേറെ കുറച്ച് ഐറ്റംസ് എനിക്കൊന്ന് പെട്ടെന്ന് കുക്ക് ചെയ്ത് അതായത് ഇപ്പം എന്താ ഒരു മഴയാണെങ്കിൽ പോലും നമുക്ക് കാറിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങൾ നമ്മൾ കരുതിയിട്ടുണ്ട് കേട്ടോ. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നുന്നു. കാരണം നമ്മൾ ഈ ഒരു ട്രിപ്പ് റീസ്റ്റാർട്ട് ചെയ്തതിൽ ഭയങ്കര സന്തോഷം ഉണ്ടല്ലേ? ഗിനീഷിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു. നമ്മൾ ഇനി തിരിച്ച് പോകുമോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എൻ്റെ അടുത്ത് ഒരുപാട് പ്രാവശ്യം ചോദിച്ചായിരുന്നു. നമ്മൾ തുടങ്ങിയ യാത്ര അത് തീർക്കും. ഏകദേശം തമിഴ്നാട് 38 ജില്ലയുണ്ട്. ആ 38 ജില്ലയിൽ ഞങ്ങൾ ഉറപ്പായിട്ട് പോയിരിക്കും എന്ന് പറഞ്ഞാൽ പോയിരിക്കും അല്ലേ? അങ്ങനെയുള്ള യാത്ര വീണ്ടും തിരിച്ചിരിക്കുകയാണ്. വേറൊന്നും കൊണ്ടല്ല എനിക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നത്. കാരണം വെച്ചാൽ നമ്മൾ ഇറങ്ങി തിരിച്ചിട്ട് അത് ബ്രേക്ക് ആയപ്പോ എനിക്കൊരു ടെൻഷൻ പോലെയോ ഇനി പോകാൻ പറ്റുമോ ആ ഒരു പേടിയുള്ളായിരുന്നു. അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇപ്പൊ ഭയങ്കര സന്തോഷമായി. എന്തായാലും ഞങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തു. പഴയതിനെക്കാട്ടിലും ആക്റ്റീവായിട്ട് ഞങ്ങളുടെ വീഡിയോസിന് നിങ്ങൾ എത്തുന്നതായിരിക്കും. അപ്പൊ മറക്കണ്ട, യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എല്ലാത്തിലും നമ്മൾ പക്ക ആക്റ്റീവ് ആയിട്ടിരിക്കും. പിന്നെ സമ്മാനങ്ങളുടെ പെരുമഴ. ഗോൾഡ് കോയിൻ തൊട്ട് നമ്മളെ മറിയാസിന്റെ നാച്ചുറൽ അവരുടെ ഹെയർ ഓയിലും, ഒരു ഇന്റർനാഷണൽ ബ്രാൻഡ് ആട്ടോ, അവരുടെ ഹെയർ ഓയിലും ഷാമ്പു അങ്ങനെ എന്തൊക്കെയുണ്ട് ബിനീഷ് അവരുടെ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഒരുപാട് സാധനങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കുറെ ഐറ്റംസ് ഉണ്ട്. അതായത് ഹെയർ ഓയില്, ക്രീംസ്, ഈ കണ്ണിന്റെ കറുപ്പ് മാറുന്ന സാധനങ്ങള്. ആ ഡോർ ഈ സാധനം കണ്ടോ എമർജൻസി ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളായിരിക്കുന്നത് കേട്ടോ. അതെ, എല്ലാം മറിയാസിന്റെ പ്രോഡക്ട്സ്. നമ്മൾ മറിയാസിന്ന് പർച്ചേസ് ചെയ്ത സാധനങ്ങളെല്ലാം നമ്മൾ ഒരുവിധം നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇനി പോകുന്ന വഴിക്കും നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നവർക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും അല്ലേ? അതെ, എല്ലാ ദിവസവും ഗിഫ്റ്റുകൾ. അതെ, ഇന്നാണെന്നില്ല, ഏറ്റവും നല്ല കമന്റ് ഇട്ടോ അവർക്കായിരിക്കും ഞറക്കെടുപ്പിലായിരിക്കും നമ്മൾ സമ്മാനം കൊടുക്കാൻ പോകുന്നത്. ഗോൾഡ് കോയിൻ ഉൾപ്പെടെ. അതെ, നമ്മള് നിങ്ങൾക്ക് ഗോൾഡ് കോയിൻ ഉൾപ്പെടെയാണ് സമ്മാനമായിട്ട് കരുതി വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ വീഡിയോസ് മാക്സിമം ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അല്ലെ? നമ്മളെ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അതിലാണ് കാര്യം. യാത്രയെ എൻജോയ് ചെയ്യണം. അതെ, നമ്മൾ ഈ പോകുന്ന യാത്രയൊക്കെ ഞങ്ങൾ ഉള്ളതെല്ലാം നല്ല രീതി ഒപ്പിയെടുത്തിരിക്കും. അത് മൊത്തവും ക്യാമറമാനെ നേരെ പിടി ക്യാമറ പോവുക. ഞാൻ ശ്രദ്ധിച്ചില്ല. എന്നാലും നല്ല ഹാപ്പിയാണ്. രാവിലെ കുഴപ്പമില്ല. രാവിലെ ചെറുതായിട്ടൊന്നും ഡൗൺ ആയി, പക്ഷെ കുഴപ്പമില്ല. അതല്ലേ കോമഡിയെ, ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഒരു ചെക്ക് പോസ്റ്റ് അല്ലേ, തമിഴില് ചെക്ക് പോസ്റ്റ്, അവര് നിർത്തിയിട്ട് വണ്ടിയെല്ലാം നോക്കി. ഞാൻ വിചാരിച്ചു എന്താ ഇങ്ങനെ, അങ്ങോട്ട് പോയപ്പോ നമുക്ക് ഇങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതെന്താണ് സംഭവം, ആദ്യമായിട്ടാ ഇങ്ങനെ ഒരാള് വണ്ടി നിർത്തി വണ്ടിക്കകം എല്ലാം നോക്കിയല്ലേ. കോമഡി ആയിരുന്നു. പിന്നെ ഓക്കെയാണ്. ഇപ്പൊ നമ്മള് ഹാപ്പി ആയിട്ട് തന്നെ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും ഇന്നത്തെ ഭക്ഷണത്തിന്റെ കാര്യവും ഇന്നത്തെ ഭക്ഷണത്തിന്റെ കാര്യം കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, നമുക്ക് മുന്നോട്ട് പോകാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്നിടത്ത് വെച്ചല്ലേ. ഓക്കെ, നമ്മള് എവിടെയെങ്കിലും വണ്ടി നിർത്തിയിട്ട് നമ്മള് അവിലും പരിപ്പും കടലയും എല്ലാം മിക്സ് ചെയ്തിട്ട് അടിപൊളി ഒരു മിശ്രിതമല്ല, നല്ലൊരു ഫുഡാണ് കേട്ടോ. ഞങ്ങള് ഇന്നലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. എനിക്ക് തോന്നുന്നു ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ്. അപ്പൊ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെല്ലാം നിങ്ങളെ വീഡിയോയിലൂടെ കാണിക്കുന്നതായിരിക്കും.
ഇതാ നമ്മള് പോയിക്കൊണ്ടിരിക്കുവാണ്. ഇതാ മുട്ടനൊരു ബസ്സൊക്കെ നമ്മളെ അല്ലെ പാസ് ചെയ്ത് പോയി. ഇതാ നോക്കി, ഇതാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴി. ഏറ്റവും അവസാനം വരേണ്ട സ്ഥലമാണ് തെങ്കാശി. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് നമ്മുടെ ആ ഒരു യാത്ര ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നത് കൊണ്ട് നമ്മൾ ഇവിടുന്നാണ് തുടങ്ങുന്നത്. നമ്മൾ കൊല്ലമാണെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പൊ കൊല്ലത്തുനിന്ന് പെട്ടെന്ന് നമുക്ക് കയറാൻ പറ്റുന്നത് തെങ്കാശി വഴിയാണ്. നമ്മൾ തിരിച്ചു വന്നത് തെങ്കാശി വഴി തന്നെയായിരുന്നു. അപ്പോൾ ദേ നോക്കി, നമ്മളുടെ യാത്ര നമ്മൾ തുടരുവാണ്. ഇതൊക്കെയാണ് നമ്മളുടെ വഴികൾ. നമ്മൾ പോകുന്ന റൂട്ടാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. ഫ്രണ്ടില് ഒരു വണ്ടി ഉണ്ട്. ഏത് KSRTC ഇല്ലല്ലോ അല്ലേ? തമിഴ്നാട് ബസ്സായിരിക്കും. ഓക്കെ ഫൈൻ. അപ്പൊ ഇതാ നോക്കിയേ, വലിയൊരു ബസ്സാണ്. നമ്മളെ KSRTC പോലൊക്കെ തന്നെ അല്ലേ? നോക്കിയേ സൈഡിൽ KSRTC. ഓക്കെ ശരി, ഞങ്ങളിപ്പോ തമിഴ്നാട്ടിലെ ഒരു ഗ്രാമപ്രദേശത്തൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് കേട്ടോ ആ ഒരു സ്ട്രീറ്റ് എന്ന് പറയാൻ പറ്റില്ല അല്ലേ, ഇത് അവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു റോഡാ അല്ലേ. இந்த வழி போனா எங்க எத்துമെന്ന് தெரியுமா? தெரியாது. ഞങ്ങളിപ്പോ ശരിക്കും പറഞ്ഞാൽ CNG പെട്രോൾ പമ്പ് തപ്പിയാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കി എന്ത് രസാന്ന് നോക്കി അല്ലെ, കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. തനി നാട്ടിൻ ഗ്രാമം. ശരിയാ, നാട്ടും ചെറിയ ചെറിയ മനുഷ്യര് അവരുടെ രാവിലെയുള്ള കൃഷിയുമായിട്ട് ഒരു അമ്മ. നമ്മളെ നാട്ടിൽ ഇങ്ങനെ ഒരു അമ്മ ഇപ്പം കാണാൻ പറ്റുമോ? ഇങ്ങനെ ഒരു അമ്മയെ കാണാൻ പറ്റുമോ ഈ കഴിഞ്ഞു പോയെ? ഇല്ല, കാണത്തില്ല, കുറവാ. കാണുമായിരിക്കാം, പക്ഷെ എന്നാലും വളരെ കുറവാ. പക്ഷെ ഞങ്ങള് വന്ന വഴിക്ക് പലയിടത്തും കണ്ടു അല്ലേ? കൃഷി സ്ഥലങ്ങള് കണ്ടു. നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയതാണ്. വണ്ടി ജസ്റ്റ് ബാക്കിലോട്ട് എടുത്തിട്ടിട്ട് നമ്മള് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോവാണ്. എന്താ വെക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കായിരുന്നു ഇപ്പോൾ അവല് ചെയ്യാവെന്ന്. വേറൊന്നും ചെയ്യാനായിട്ട് ഇപ്പം നമ്മൾ എന്താ വെക്കുന്ന അവിയലാ? അവിയലോ അവല് വെക്കുന്നുള്ള അതോ വേറെ എന്തെങ്കിലും ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലും ചുടുന്നാ? ചപ്പാത്തി നമുക്ക് നാളെ തൊട്ട് ചുട്ടു തുടങ്ങാം. നമ്മൾ അടുത്ത് പോകുന്നത് രാമനാഥപുരം. ഇവിടാണ് നമ്മൾ പോകാൻ പോകുന്നത് അടുത്ത്. അതിനുശേഷം ശിവഗംഗയുണ്ട്, മധുരയുണ്ട്, അങ്ങനെ ഓരോരോ സ്ഥലങ്ങളിൽ പിന്നെ പോകും. നോക്കിയ ഒരു വണ്ടിയൊക്കെ വരുന്നുണ്ട്. അത് എന്ത് വണ്ടിയാണെന്നറിയോ? അറിയില്ല. ട്രാക്ടറാണോ? അല്ലല്ലോ, ട്രാക്ടർ അല്ലടി, അത് റോഡ് പണിക്കുള്ള മിഷനെ കൊണ്ടുപോകുന്നത്. അപ്പൊ എങ്ങനെ നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം? ക്യാമറാമാൻ ക്യാമറ പിടിച്ചോളൂ. എവിടെ ഇരിക്കുന്ന സാധനമൊക്കെ? അത് ബാക്ക് സൈഡിൽ എവിടേക്കോ ഇരിപ്പുണ്ട് സാധനങ്ങൾ. ഇതിനൊക്കെ എവിടേക്കോ ഉണ്ട്, ഇതിനകത്തുണ്ട്. പക്ഷെ അടിപൊളി കാറ്റാടി ഹൈറ്റ് ഇരിക്കുന്നുണ്ടോ? വണ്ടി ഓണല്ലേ? അങ്ങനെ നമ്മള് അവൽ കുതിർക്കാൻ പോവല്ലേ? അവലിനകത്ത് ഇടാനായിട്ട് ഞാനിപ്പോ തേങ്ങ എടുത്തു. അതിങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുവോ. സൈഡിൽ അല്ല, അകത്തുനിന്ന് എടുക്കാതെ. ഇത് വെച്ച് എനിക്ക് തിരുമ്മി അറിയാൻ വയ്യാത്തോണ്ടേ. ഇതാ നമ്മള് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. കഴിച്ചാ പിന്നെ ഒരു ദിവസത്തേക്ക് വേറെ ഒന്നും വേണ്ട കേട്ടോ. നല്ല ഹെൽത്തി ആൻഡ് അല്ലേ. എന്തൊക്കെ ചേർക്കുന്ന കാണിച്ചു തരാം. എല്ലാം ചേർക്കുന്നതല്ല നമ്മൾ കാണിച്ചു തരാം. അങ്ങനെ തേങ്ങ തിരിയും കഴിഞ്ഞില്ലേ? അടുത്ത് നേടാൻ പോകുന്നേ. ഇത് നമുക്ക് ഇച്ചിരി ശർക്കര ഇടാം. ശർക്കരയുണ്ട്, കപ്പലണ്ടിയുണ്ട്, അവല് ഇരിക്കുന്നു. എല്ലാം അങ്ങും വാരിയിട്ടേക്കും കേട്ടോ. കാരണം നമുക്കിങ്ങനെ എല്ലാം ഒന്നും വെക്കാനുള്ള സൗകര്യമില്ല. ഒരു ടേബിളൂടെ സെറ്റ് ചെയ്യണ്ടായിരുന്നു അല്ലേ? അതെ, നമുക്ക് അടുത്ത ട്രിപ്പ് അത് പരിഹരിക്കാം. അതെ, അല്ലെ പോകുന്ന വഴിക്ക് പരിഹരിക്കാം. ഇത് ഇപ്പൊ ഞാൻ ഇച്ചിരി ശർക്കരയും കൂടി അരിഞ്ഞിടാം. ഒരു കൃഷിപ്പാടോട്ടോ, തക്കാളിപ്പാടോട്ടോ, തക്കാളിത്തോട്ടം. എല്ലാം വിളവെല്ലാം എടുത്ത് കഴിഞ്ഞു തോന്നുന്നു കേട്ടോ. അങ്ങും കുറെ തക്കാളി നിൽപ്പുണ്ട് കണ്ടോ. പക്ഷെ കാണാൻ രസമുണ്ടല്ലേ. തക്കാളി ഇടാൻ പറ്റുമോ അതിനകത്ത്? ഇല്ല, തക്കാളി ഇടാൻ പറ്റത്തില്ല. എങ്ങനെ കാറ്റാടിപ്പാടം കണ്ടോ? അങ്ങും എല്ലാം കാറ്റാടി. ഇന്ത്യയിലാണ് നല്ല സ്പീഡാട്ടോ, നല്ല ശബ്ദത്തിൽ അത് കറങ്ങുന്നത്. നമുക്ക് ഇവിടെ നിന്ന് അറിയാൻ പറ്റും ആ ഒരു ശബ്ദം കാറ്റിൻ്റെ. ഇനി നമ്മളെ ലൊക്കേഷനോട്ട് പോകാൻ ഏകദേശം എനിക്കൊരു 180 കിലോമീറ്റർ ഇനിയുണ്ട്. 180? രാമനാഥപുരം. നമ്മൾ യാത്ര തുടങ്ങിയ ശേഷേ നമ്മൾ ഇന്ന് ആദ്യമായിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് പ്രിപ്പയർ ചെയ്യുന്നില്ലേ? അതെ.
പക്ഷെ നല്ലൊരു അറ്റ്മോസ്ഫിയറും ആണ്, നമുക്ക് വലിയ കുഴപ്പമില്ല, ഓക്കെ ആണ്. നമ്മളെ വണ്ടിക്ക് ഡിക്കി ഉണ്ടാകണ്ടേ, സത്യം ഇങ്ങനെ മേളിൽ വെച്ച് എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇനി ചെയ്യുമ്പോൾ അതിന്റെ മേളിൽ പേപ്പർ ഇട്ടേ ചെയ്യാവും, അല്ലെങ്കിൽ വണ്ടി മൊത്തം സ്ക്രാച്ച് ആവും. ആ കേട്ടല്ലേ, നേരെ വെച്ച് അരിയാനും പറക്കാനും പറ്റിയ സ്ഥലമായല്ലേ. ഇടണോ കളയാ? അങ്ങനെ ശർക്കര ഇട്ടേക്കട്ടെ. ശർക്കര നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇതിന്റെ അടിയിൽ തേങ്ങ കിടപ്പുണ്ട്, ഇപ്പൊ ശർക്കര ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് കപ്പലണ്ടി ഇടാം. കപ്പലണ്ടി തൊലി കളയണ്ടേ? തൊലി ഒന്നും കളയണ്ട, സമയമില്ല. അതെ, അപ്പൊ നമുക്കൊരു 5-6 സ്പൂൺ അങ്ങ് ഇടാം. ഉച്ചക്കത്തെ അവസ്ഥയൊക്കെ കണ്ടാല് പോരെ? മതി പോരെ? നമുക്ക് എല്ലാ ദിവസവും വേണ്ടേ? തിരിച്ചിടാം. എല്ലാ ദിവസവും വേണ്ടേ? ഇനി എന്താ എടുക്കാൻ പോന്നെ? ഇത് അവലാണ്. അവല് കുറച്ച് മേടിച്ചു വെക്കണ്ടേ ആയിരുന്നു. അതെ, സാരമില്ല, സമയമുണ്ടല്ലോ ദാസ. ഇവിടെ കിട്ടൂല്ലേ? ഇവിടെ കിട്ടുമായിരിക്കും. ഓ മൈ ഗോഡ്, അത് മാത്രം അറിയില്ല. നമുക്ക് നോക്കാം. ഇത് ഞാൻ കെട്ടിയൊക്കെ വെച്ചിരിക്കുന്നോണ്ടേ അഴിക്കാനൊക്കെ പാടാ. നിങ്ങൾ പിന്നെ ഭയങ്കര വൃത്തിയൊന്നും വിചാരിക്കില്ല കേട്ടോ. നമ്മൾ ട്രാവൽ ചെയ്യുന്നല്ലേ, ഞാൻ കൈകൊണ്ട് അങ്ങ് ഇടുക. പരിമിതി വളരെ. ഹായ് ഞാൻ കൂട്ടരെ, അന്നേരം ഞാൻ നിങ്ങളെ ന്യൂ എഡിസിന്റെ അമൽ ബാബു. എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നില്ലേ? ഇത് പിന്നെ വേറൊരു കാര്യം, ഞങ്ങൾ യാത്രയിലേ എന്തെങ്കിലും കുറ്റവും കുറവൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു കേട്ടോ. കാരണം അടുത്ത ഇത് കുറച്ചും കൂടി അടുത്ത വീഡിയോയിൽ നമുക്കത് പരിഹരിക്കാം കേട്ടോ. ഇഷ്ടമാകുമെന്ന് മാക്സിമം ഒന്ന് കമന്റ് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഫേസ്ബുക്ക് ഇൻസ്റ്റ ആണെങ്കിൽ ജസ്റ്റ് ഫോളോ ചെയ്യാനും മറക്കണ്ട ഇല്ലേ? അതെ അതെ അതെ, ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അടുത്തത് നമ്മൾ ഇടാൻ വേണ്ടി പോകുന്നത്, ഇതിനെന്താ പറയുന്ന? പരിപ്പോ? പൊട്ടുകടല. അങ്ങനെങ്കി അങ്ങനെ. അതും ഞാൻ എന്റെ കൈകൾ കൊണ്ട് അങ്ങിടുകയാണ്. പോരെ? ഇച്ചിരി പോരെ? ഇത് നമുക്ക് എല്ലാ ദിവസവും വേണ്ട ഇതൊക്കെ തന്നെ കേട്ടോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഹെൽത്തി ഫുഡല്ലേ? പൊട്ടുകടലുണ്ട്, ശർക്കരയുണ്ട്, അവിലുണ്ട്, കപ്പലണ്ടി ഉണ്ട്. ഇത്ര ഐറ്റം തന്നെ ആകുമ്പോൾ അത്യാവശ്യമുള്ള പ്രോട്ടീൻ കാര്യങ്ങളെല്ലാം അധികം ഉണ്ട്. ഇനി നമുക്കൊരു പൊടിക്ക് പഞ്ചാരയും കൂടി വേണമെങ്കിൽ ഇടാം. പഞ്ചസാര വേണോ? പഞ്ചസാര ആവശ്യം ഉണ്ടായിരുന്നോ? ഒരു പൊടിക്ക് അങ്ങ് ഇടാ, എനിക്ക് പഞ്ചാര ഇട്ട് തിന്നുന്ന ഇഷ്ടം. മതി 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 മതി. ആൾക്കാരൊക്കെ നോക്കിക്കൊണ്ട് പോകുന്ന കേട്ടോ നമ്മളെ ഈ വരുന്ന വഴിക്ക്. നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിക്കാം. ഇത് ശരിക്കും ഒന്ന് നനച്ചു കൊടുത്ത ആദ്യം നമുക്കൊന്ന് ഇളക്കാം മൊത്തത്തില്. കൈയിട്ടിളക്കുവാന്നോ? പിന്നല്ലാതെ. തേങ്ങ പോരാ, ചിരിയേ ഉള്ളൂ. അത് മതി. തേങ്ങയ്ക്ക് എന്നാ വിലയാ, കുറച്ചിട്ടാ മതി. ആകെ 2 തേങ്ങയും കൊണ്ടാ ഞങ്ങൾ ഇറങ്ങിയത്. അയ്യോ, ഇനി ഇത് നമുക്ക് വെള്ളം ഒഴിക്കാം. വെള്ളം കൂടിയാൽ നമ്മളിന്ന് അവൽ കഞ്ഞി, വെള്ളം കൂടിയില്ലെങ്കിൽ അവലും നനച്ചത്. ഇല്ല, അങ്ങനെ എടുക്കുന്ന ഇന്നലെ എടുത്ത. ഇതിപ്പോ ഇങ്ങനെ ഇരിക്കുന്ന വെച്ചാൽ ഇച്ചിരി കൂടെ തേങ്ങ ഇടാങ്കിൽ നല്ല ഇതായിരിക്കും. നല്ല സൗണ്ട് കേൾക്കുന്നില്ലേ? മറ്റേ ആ വിൻഡ്മിൽ കറങ്ങുന്നതിന്റെ കേൾക്കുന്നില്ലേ? ഉണ്ട്. എന്നെ ഉയർത്തിയിരിക്കുന്ന സംഭവം അറിയാം. ആ ലീഫിന്റെ ഒക്കെ വലിപ്പം എന്ന് പറഞ്ഞാൽ ഒരു 1.5 വലിപ്പം അത്. അതെ. ഒരു പൊടിക്കൂടെ തേങ്ങ ഇടാവോ? അത് മതി. ശർക്കര കൂടി പോയെന്ന് തോന്നുന്നു കേട്ടാ. സാധാരണ ഇത് കുതിർത്തെടുക്കുക ചെയ്യുന്നത്. ഇത് മൊത്തത്തിൽ വെള്ളം കോരി ഒഴിച്ചിലടി. നീ ഇന്നലത്തെ സൂപ്പർ അല്ലായിരുന്നു? ഇന്നലത്തെ കൊള്ളായിരുന്നു. അരേ വാ. നമ്മളാ അവൽ റെഡി ആയില്ലേ? ഇവിടെ കടലിൽ കിട്ടും. നമ്മളെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അവലിന് തമിഴ്നാട്ടിൽ എന്ത് പേരിൽ അറിയപ്പെടുന്നതെന്ന് ജസ്റ്റ് ഒന്ന് പറയണം കേട്ടോ, കമന്റ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് എന്തോ ചെയ്യും, ഇവിടെ വന്ന് എന്തോ ചെയ്യും അല്ലേ? നീ കഴിക്കുവന്നോ? മതി, നിർത്ത്, വാ വണ്ടി കയറി പോവാം. കൈയിട് കൈയിട്. അപ്പൊ ദാണ്ട് നമ്മൾ അമ്പല് അത് എല്ലാം സെറ്റ് ചെയ്തു. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇച്ചിരി ഇത് കൂടിപ്പോയി. എന്താ? മധുരം. മധുരം
പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് രാവിലെ അല്ലേ ഇറങ്ങി, അതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി കാപ്പി ഇട്ടോണ്ട് ഇറങ്ങിയ ഫ്ലാസ്കിലെ. അപ്പോൾ കാപ്പിയും കൂടെ ഒഴിച്ച് നമുക്ക് ഈ അവലും കഴിക്കാവേ. ഓക്കെ, ചൂടാണോ? ചൂടാ. ദേ ആവി പോന്നാണ്ടാ. നിറച്ച് വേണോ? കുറച്ച് മതി, നമുക്ക് വൈകുന്നേരം എടുക്കാലോ. മതി. ഓക്കെ, കാപ്പിയായി അവലുമായി. വണ്ടിക്കകത്ത് അടിച്ചോ? ചെറുതായിട്ട് തുടച്ച് വൃത്തിയാക്കണം വണ്ടി കേട്ടല്ലേ. ഞങ്ങളെ കാപ്പി ഇട്ടോണ്ട് വന്ന കാപ്പി കേട്ടോ. കട്ടി കൂടുതലാണ്, ഇച്ചിരി കട്ടി കൂടുതലാന്ന് തോന്നുന്നു കേട്ടാ. അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവല് നനച്ചതും കാപ്പി. അവല് കഴിക്കുക. എല്ലാരും നമ്മളെ നോക്കുന്നുണ്ട്. വരുന്നുണ്ടോ? ഇതായിരുന്നു ഞാൻ കണ്ട ഇന്ത്യ, അല്ല തമിഴ്നാട്. അവലിന് എന്താ തമിഴ് പറയുന്നത്? അവലിന് അറിയത്തില്ല. കുറേ പശുക്കളുമായിട്ട് ആദ്യം ഒരാൾ പോന്നു, പിന്നെ പുറകെ വേറെ ചേട്ടൻ കുറേ പശുക്കളായിട്ട് വരുന്നുണ്ട്. നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് കുറേ കണ്ടായിരുന്നു. മധുരം കുറവല്ലേ? അതോ ഇതിന്റെ കൂട്ടത്തിൽ കഴിക്കുന്നുണ്ടോ? നല്ല ചൂട് കേട്ടോ. ഫ്ലാസ്ക് കൊള്ളാല്ലേ? ഫ്ലാസ്ക് കൊള്ളാം. ഫ്രഷ് കാപ്പി പോലെ ഇരിക്കുക. ഹായ് കൂട്ടരെ, ഞങ്ങള് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. അതെ, ഇപ്പൊ കാപ്പി കുടിക്കുന്നു. അവല് നനച്ചത് ഇത് കഴിക്കുന്നു. മൊത്തം ശർക്കര വാരിട്ടേക്ക് കേട്ടോ. കുറേച്ചൊക്കെ എടുത്തിട്ടുണ്ടത്. അയ്യോ, അത് കളയാതെ. ഇനി ആവട്ടെ, ശർക്കര കുറച്ചേ ഇടത്തുള്ളൂ. കുറച്ചിടാവും, ഭയങ്കര മധുരവും. എനിക്കും എക്സ്പീരിയൻസ് ഒന്നുമില്ല, ഞാനും ആദ്യമായിട്ടൊക്കെയാ. അടുക്കള കയറി ശീലമില്ല, അത് തന്നെ. അടുക്കള ഞാൻ കണ്ടിട്ടൊക്കെ ഉണ്ട്. റൂമിന്റെ അവിടെ നിന്ന് വലത്തോട്ട് മാറി ഇടത്തോട്ട്. ഞങ്ങൾ എന്താ ശ്രദ്ധിക്കുന്നതെന്നറിയാവോ? ഇവിടെ കുറേ പശുക്കളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവറ്റുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം അല്ലേ? മറ്റേ നമ്മളില്ല ഇതൊക്കെ കാണില്ലേ? ഇതിങ്ങനെ അതുപോലെ ഞങ്ങൾ അതിങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. നമ്മ അതുപോലെ കെട്ടിയിടലൊന്നുമില്ല, ചുമ്മാ തുറന്നങ്ങ് വിട്ടേക്കുക. രണ്ടുപേരും ഉണ്ട്. കൊള്ളാല്ലേ? കപ്പലിന്റെയും മാത്രം പോലും നിങ്ങൾ പോയിട്ട് നമ്മളിപ്പോൾ നിൽക്കുന്നതിന് തൊട്ടിപ്പുറത്ത് നിറച്ച് തക്കാളിയും കൊണ്ട്, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. ഞാൻ തന്നെ കുറേ സമയം നോക്കിയിട്ട് അത് തക്കാളിയാണ് ഐഡൻറ്റിഫൈ ചെയ്തത്. പക്ഷെ ഇത് കേടായിപ്പോയി. എനിക്ക് തോന്നുന്നു ഇവരുടെ ഇത് ഒന്നെങ്കിൽ വിളവെടുത്ത് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ വിളവാണിത്. പക്ഷെ ആദ്യത്തെ വിളവൊക്കെ നല്ല രീതിയിൽ കിട്ടേണ്ടത് അല്ലേ? ഇത് ഫുള്ള് നല്ല. നമുക്ക് ഇച്ചിരി പിച്ചാലോ? എന്നാ വണ്ടി എടു. ഞങ്ങൾ യാത്ര വീണ്ടും തുടരുകയാണ്. രാവിലത്തെ ഫുഡ് അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കപ്പലണ്ടിയും കുറച്ച് അവിലും പൊട്ടുകടലല്ലേ, അതിന്റെ പേര് എനിക്ക് അറിയത്തില്ല, പൊട്ടുകടലയും കുറച്ച് ശർക്കരയൊക്കെ സെറ്റാക്കി പോയി കഴിഞ്ഞാലേ ഇങ്ങനെ കുതിർത്ത് നമുക്ക് കഴിച്ചാൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഇത് മാത്രമല്ല കേട്ടോ, നമുക്ക് നാളെ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കഴിയല്ലേ, മറ്റന്നാ ചപ്പാത്തി അല്ലേ? ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു, അടിപൊളിയാ അല്ലേ? ദേ നോക്കി, അതെ, എങ്ങോട്ട് പോകുന്നു മല്ലയ്യ? അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. നമ്മളിനി ഇവിടെ നിന്ന് പോവാണ്. ഇനി നമ്മൾ ഉച്ചയ്ക്കത്തെ ലഞ്ചിൻ്റെ കാര്യത്തിൽ എന്താണെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടില്ല. കാരണം
ലഞ്ച് ഇനിയിപ്പോൾ വേണ്ടല്ലോ, 12 മണിയെങ്ങാണ്ടായി. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഇനിയിപ്പോൾ ലഞ്ചിൻ്റെ ആവശ്യമില്ല. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ യാത്ര ഇവിടുന്ന് പിന്നെയും സ്റ്റാർട്ട് ചെയ്യാണ്. പിന്നെ കൂടുതൽ വിശേഷങ്ങൾ വീഡിയോസിലൂടെ കാണാം. നോക്കിയേ, എല്ലാം നെല്ല് ഇങ്ങനെ പാകിയിട്ടിരിക്കുക അല്ലേ? അല്ലേ, നെല്ല് വിതയ്ക്കാന്നല്ലേ പറയുന്നേ, എന്താ പറയുന്നേ? പറയട്ടെ, കുഴപ്പമില്ല. നമ്മളത് തമിഴ്നാട് ഗ്രാമങ്ങളിലൂടെ കടന്നു പോകും കേട്ടോ. വളരെ വളരെ നല്ല രസമുണ്ട് കാണാനായിട്ട് അല്ലേ? അതെ അതെ, നോക്കിയേ, കൂടുതലും കൃഷി സ്ഥലങ്ങളാ കേട്ടോ. അതിന്റെ നടുവിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറെ നേരം, ഏകദേശം എനിക്ക് തോന്നുന്നൊരു അരമണിക്കൂർ കൊണ്ട് ഇങ്ങനെ ഇത് തന്നെ കാഴ്ച. അതെ, നല്ല ഭംഗിയുള്ള സ്ഥലങ്ങള്, അവരുടെ നിറച്ച് കൃഷികൾ. നോക്കിയേ, നിങ്ങൾ നോക്കിയേ, ഇവിടെ എല്ലാം ഓരോന്നും നട്ടിട്ടുണ്ട്. നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്കും ഇത് റെഡിയായി നിൽക്കും. നോക്കി, ഇത് ചോളമാണ് നട്ടിരിക്കുന്നത് കേട്ടോ, ചോളം അല്ലേ? അതെ അതെ അതെ, ഇവിടെ എല്ലാം ചോളം. പിന്നെ എന്താണ്ടാ കാണുന്നത്, എന്താണെന്ന് എനിക്ക് മനസ്സിലായി. മണിച്ചോളമാണ് കൂടുതലും നട്ടിരിക്കുന്നത്. മണിച്ചോളം എന്ന് പറയുമ്പോ ചെറിയ നെൽമണി പോലെ അത്രേ വലിപ്പേ കാണത്തുള്ളൂ. തെങ്ങിന്റെ പാടം തുടങ്ങി, തെങ്ങിന്റെ കൃഷി കേട്ടോ, തെങ്ങിന്റെ കൃഷി. ഇവിടെ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തപ്പോഴേ തെങ്ങിന്റെ കൃഷിയായിരുന്നു കണ്ടു തുടങ്ങിയത് അല്ലേ? അതെ അതെ അതെ. നോക്കി, ഇവിടെ എല്ലാം ഫുള്ള് കൃഷിയുടെ സ്ഥലങ്ങളാ. നോക്കി നോക്കി, ഇവിടെ എല്ലാം ചോളമാണ് നട്ടിരിക്കുന്നത്. അടിപൊളി വ്യൂ ആണ്. നേരെ ഫ്രണ്ടിൽ നമ്മൾ തമിഴ്നാട്ടിൽ യാത്ര ചെയ്യുമ്പോഴേ ഒരുപാട് സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ അമ്പലങ്ങൾ കാണാൻ കഴിയും കേട്ടോ. ഇതൊരു കുഞ്ഞൊരു അമ്പലം കേട്ടോ. ഇങ്ങനെ ഇതുപോലത്തെ കുറെ അമ്പലങ്ങൾ നമ്മൾ കണ്ടായിരുന്നു. സാധാ പ്രതിഷ്ഠയൊന്നുമല്ല, സാധാരണ നമ്മൾ കാണുന്ന ശിവനും വിഷ്ണുവും അങ്ങനെയുള്ള കുറെ നമുക്ക് അറിയുന്ന കുറെ ദൈവങ്ങളല്ലേ. ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ഇവിടെ ഓരോ മനുഷ്യർ ഇങ്ങനെ ഓരോ എന്താ പറയുന്നേ, വാളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന രീതിയിലുള്ള ദൈവങ്ങളാണ് കൂടുതലുള്ളതേ. നമ്മൾ അവിടെ അങ്ങനെ കാണാൻ കഴിയില്ലല്ലോ. അത് മുക്കിന് എല്ലായിടത്തും കാണാൻ കഴിയുന്ന ഓരോരോ അമ്പലങ്ങൾ. അത് ചെറിയൊരു അമ്പലമായിരിക്കും, ഒരുപാട് വലുതൊന്നുമല്ല, കുഞ്ഞു കുഞ്ഞു അമ്പലങ്ങളായിരിക്കും കൂടുതലും. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പം 135 കിലോമീറ്റർ ആയിട്ടുണ്ട് കേട്ടോ. നീ കിടക്കുവാണ് കിലോമീറ്റർ. രാവിലത്തെ ആഹാരം പൊളിച്ചു കേട്ടോ. പിന്നെ വിശപ്പൊന്നും ഇനി ഒന്നുമില്ല കേട്ടോ, വിശപ്പില്ല, ഒന്നുമില്ല. പക്ഷെ വെള്ളം ഇടയ്ക്കിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ അതെ, ഇടയ്ക്കിടയ്ക്ക് നനച്ചു കൊടുക്കണം, നനച്ചു കൊടുത്താൽ മതി. കുതിരാനായിട്ട് അവിടെ അമ്പലം ഉണ്ട് കേട്ടോ. നമ്മളിപ്പോ ഒരു 1/2 കിലോമീറ്റർ പോലും കാണത്തില്ല. അവിടെ ഒരു അമ്പലം ഉണ്ട്. മുമ്പോട്ട് ഇനിയും കാണും, അടുത്തടുത്ത് ഇങ്ങനെ ഓരോരോ ചെറിയ ചെറിയ അമ്പലങ്ങൾ കാണും. കൊള്ളാം. നമ്മളിപ്പോ ശരിക്കും എങ്ങോട്ടായിരുന്നു പോകുന്നത്? രാമനാഥപുരത്തോട്ടല്ലേ? അതെ അതെ, നമ്മളിപ്പോ രാമനാഥപുരത്തോട്ട് പോയിക്കൊണ്ടിരിക്കുവട്ടെ. എന്തായാലും അവിടെ എത്താനായിട്ട് ഈവനിങ് ആവും അല്ലേ? അതെ അതെ. നമ്മളിപ്പോ ഇല്ലേ ഒരു സ്ട്രീറ്റിൽ കൂടിയാണ് പോകുന്നത്. കുറെ ഇങ്ങോട്ട് വന്നതിന് ശേഷം ഞാനിപ്പോ വീഡിയോ എടുക്കുന്നത്. പക്ഷെ നോക്കി, എല്ലാ 2 സൈഡിലും അല്ലേ, 2 സൈഡിലും നിറയെ ഷോപ്പും കാര്യങ്ങളൊക്കെയാണ്. ഇതേ പൂക്കടയൊക്കെ ഉണ്ട്. നോക്കി കണ്ടോ, നിറച്ച് കടകളും കാര്യങ്ങളും. നല്ല റഷ് ആയിരുന്നു കുറച്ച് മുന്നേ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും, ഭയങ്കര റഷ്. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ഫേമസ് ആയ ഒരു അമ്പലം ഉണ്ട്. പക്ഷെ ആ അമ്പലം ഏത് പേര് അറിയാൻ വയ്യ, കാരണം തമിഴിൽ എഴുതി വെച്ചതുകൊണ്ട് നമുക്ക് വായിക്കാൻ പറ്റുന്നില്ല. അതെ, തമിഴ് അറിയാത്തത് കൊണ്ട് ഞങ്ങൾ ഇതേ നോക്കിയ റോഡ് സൈഡിലൊക്കെ ഒരുപാട് പേരിരുന്ന് കച്ചവടവും കാര്യങ്ങളും, നിറയെ ഫ്രൂട്ട്സ്, പിന്നെ ഇവരുടെ പൂക്കളും കാര്യങ്ങളൊക്കെ അല്ലേ, നിറയെ. ചെറിയ ഗ്രാമം. അതെ, ചെറിയൊരു നോക്കി ഫുള്ള്, അതായത് ലോക്കൽ. നല്ല അത്യാവശ്യം നല്ല റഷ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ നമ്മളിപ്പോ ഉള്ളത്. ഞങ്ങള് മാപ്പ് ചതിച്ചതാണ്. അതെ അതെ അതെ, ഗൂഗിൾ മാപ്പ് ചതിച്ച് ഇവിടം വരെ കൊണ്ടുവച്ച് അറിയാത്ത ഏതോ സ്ഥലത്ത് കൊണ്ട് നിർത്തി. ഞങ്ങളങ്ങനെ കോവിൽപ്പെട്ടി എന്നൊരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. കോവിൽപ്പെട്ടി അത്യാവശ്യം നല്ല തിരക്കുള്ള റഷുള്ള സ്ഥലമാണ്. ഞങ്ങളിവിടെ CNG അടിക്കാൻ വേണ്ടി വന്നതാണ്. CNG കോവിൽപ്പെട്ടി. നമ്മൾ രാമനാഥപുരത്തോട്ട് പോകുന്ന വഴിക്കാണ് ഈ കോവിൽപ്പെട്ടി. ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 150 കിലോമീറ്ററോളം ഇനിയുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ പറയേണ്ട നമ്മളിപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ പോകുന്ന പറഞ്ഞാൽ, CNG വാഹനങ്ങൾ നമുക്ക് എത്രമാത്രം ഉപകാരപ്രദമാകും എന്നുള്ള കാര്യം ഇപ്പം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇന്നലെ CNG കൊല്ലത്ത് നിന്ന് അടിക്കാൻ നേരത്ത് അവിടെ പ്രഷറില്ലായിരുന്നു. ഏകദേശം 550 രൂപയുടെ CNG കയറിയുള്ളായിരുന്നു. ഏകദേശം 6-6.25 കിലോയ്ക്കകത്ത്. എൻ്റെ വണ്ടി ഇപ്പം ഇവിടം വരെ ഓടി വന്നെന്ന് പറഞ്ഞാൽ 182 കിലോമീറ്റർ ഓടി. ഇനി ഒരു 50 കിലോമീറ്റർ ഓടാനുള്ള CNG ഇതിനകത്തുണ്ട്. എങ്ങനെയാണ് കൂട്ടിയാലും 33, 34 അല്ല, ഒരു 35 മേളിൽ മൈലേജ് കിട്ടും കേട്ടോ. 35 മേളിൽ മൈലേജ്.
അത് നല്ലൊരു റേഞ്ച് അല്ലേ? നിങ്ങൾ ചിന്തിക്കാൻ പറ്റും. നിങ്ങൾ സാധാ ഒരു പെട്രോൾ വണ്ടി ആയിരുന്നെങ്കിൽ എത്ര പെട്രോൾ അടിച്ചേ ആ സ്ഥാനത്ത്. അതായത് നിങ്ങൾക്ക് CNG വെക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ വെച്ച വേണമെങ്കിൽ ചോദിച്ചാൽ മതി, നമ്പർ ഞാൻ തരാം കേട്ടോ. ഞാൻ വെച്ച സ്ഥലം ട്രിവാൻഡ്രത്തുള്ള ക്രിസ്റ്റൽ CNG അവരാണ് എനിക്കിത് വെച്ച് തന്നതേ. എനിക്ക് നല്ല റേഞ്ച് എന്ന് പറഞ്ഞാൽ നല്ല റേഞ്ച്. കാരണം 550 രൂപയ്ക്ക് ഈ പറയുന്നത് 220 കിലോമീറ്ററൊക്കെ ഓടുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമാണോ? അന്നേരം നമ്മൾ വന്ന സ്ഥലപ്പേരെന്ന് വരുന്നത് അയ്യോ കോവിൽപ്പെട്ടിയോ? കോവിൽപ്പെട്ടി എന്തായിരുന്നു ആ സ്ഥലപ്പേര്? കോവിൽപ്പെട്ടി. മെയിൻ പ്രശ്നം എന്താ അറിയോ? ഇവിടെ ബോർഡിലെല്ലാം ഉണ്ടല്ലോ എല്ലാം തമിഴ് എഴുതി വെച്ചേക്കുന്നത്. തമിഴ് അറിയാത്തത് കൊണ്ടും പഠിക്കാൻ പോയ സമയത്ത് പഠിക്കുന്നതായിരുന്നേ. പിന്നെ ഞാൻ തമിഴ് മീഡിയത്തിലൊന്നും അല്ല പഠിച്ചത്. കഷ്ടപ്പെട്ട് തന്നെ ഇവിടെ മലയാളം സംസാരിക്കുന്നത് അപ്പഴാ. കോവിൽപ്പെട്ടി എന്നൊരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഇവിടുത്തെ പിന്നെ തമിഴ്നാട്ടിലൊക്കെ CNG പമ്പ് വളരെ കുറവാണ്. ഓരോ ജില്ലയ്ക്ക് അനുസരിച്ച പമ്പുള്ളത്. നിലവിൽ എവിടായിരുന്നു? എവിടാ ഇപ്പൊ നമ്മള് ലാസ്റ്റ് എവിടെ നിന്ന് അടിച്ചത് വല്ല ഓർമ്മയുണ്ടോ? ലാസ്റ്റ് അടിച്ച കൊല്ലത്തുനിന്ന്. കൊല്ലത്തുനിന്ന് അടിച്ചിട്ട് നമ്മള് വരുന്ന വഴിയാ അത്. നല്ല തിരക്കുള്ള സ്ഥലം കേട്ടോ. അത്യാവശ്യം നല്ല റഷാണ്. പിന്നെ നമ്മള് AC ഒന്നും ഇട്ടല്ല കേട്ടോ പോകുന്നത്. AC-ന്റെ ആവശ്യം വന്നില്ല. കാരണം ഞങ്ങൾ വന്നത് മൊത്തം നല്ല ക്ലൈമറ്റ് ആയിരുന്നു. നല്ല ക്ലൈമറ്റ്, ഇടവഴി എന്ന് വെച്ചാ ഗ്രാമങ്ങൾ, ഫുൾ ഗ്രാമങ്ങൾ, കൃഷിയുള്ള സ്ഥലങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അത് അഗ്രഹാരമായിരുന്നോ എന്ന് എനിക്കറിയില്ല. പക്ഷെ മുറ്റത്ത് കോലം ഉണ്ടായിരുന്നു. കോലമുള്ള ഇവിടെ ഒന്നും അഗ്രഹാരമാണോ? അല്ല, എന്റെ ഒരു മനസ്സിൽ കോലം ഉള്ളതെല്ലാം അഗ്രഹാരം എന്നാണ്. ഇനി എനിക്കറിയത്തില്ല. ആ ഫ്രണ്ടിലൊക്കെ ഒരു അമ്മച്ചിമാരൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ അഗ്രഹാരമാണോന്ന് എനിക്ക് അറിയത്തില്ല. അത് കോലം ഉണ്ടായിരുന്നു. പക്ഷെ എന്തെങ്കിലും പറയാനുണ്ടോ രാമൻകുട്ടിക്ക്? നമ്മൾ വന്ന വഴിയെ കുറിച്ച് ഐഡിയ ഉണ്ടോ? ഇത്ര നേരം വണ്ടിക്ക് ഇങ്ങനെ ഇരുന്നല്ലേ? വന്ന വഴിയെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മൾ കുറെ ഊട് വഴികളിലൂടെയാണ് വന്നത്. നമ്മള് എന്താ പറയാ, മെയിൻ റോഡിൽ കൂടെ അല്ല വന്നത്, ഊട് വഴികളിലൂടെയാണ് വന്നത്. അതുകൊണ്ട് കുറെ കൂടെ കാഴ്ചകൾ കാണാനായിട്ട് എനിക്ക് പറ്റി. ബുദ്ധിപരമായിട്ടാണ് ഞങ്ങൾ ആ വഴി കൂടെ വന്നത് കേട്ടോ. ബുദ്ധിപരമായിട്ട്. എന്താ അങ്ങനെ പറഞ്ഞേ? ഗൂഗിൾ മാപ്പ് ചതിച്ചോണ്ടാ. അങ്ങനെ ഗൂഗിൾ മാപ്പ് ചതിച്ചോണ്ട്. സത്യം പറഞ്ഞാൽ അതൊരു ഉപകാരമായി എന്ന് വേണം പറയാനായിട്ട്. കാരണം കുറെ അധികം സ്ഥലങ്ങൾ കാണാൻ പറ്റി, കുറെ കൃഷി കണ്ടു. പക്ഷെ അതൊന്നും നിങ്ങളെ കാണിക്കാനായിട്ട് പറ്റില്ല. കാരണം നമ്മൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കാനും, അത് മാത്രമല്ല എല്ലാവരും കൃഷിക്ക് വേണ്ടി വിള ഇട്ടതേ ഉള്ളു. അതിന് വിളവായി വരണം. അത് അപ്പൊ നമ്മൾ ചിലപ്പോ പോയിട്ട് വരുമ്പോഴത്തേക്ക് സെറ്റ് ആവുമായിരിക്കും, അറിയത്തില്ല. അടുത്ത CNG പമ്പിലോട്ട് കയറാൻ പോവാ കേട്ടോ. ഓരോ എന്തായാലും ജില്ല കവർ CNG പമ്പ് വളരെ കുറവാണ്. പക്ഷെ ലോങ് ദൂരമൊക്കെ പോകുമ്പോഴേ എന്തായാലും ഒരു 200-250 കിലോമീറ്ററിനകത്ത് ഒരു ജില്ല കവർ ചെയ്ത് പോകും. അങ്ങനെ കണക്ക് കൂട്ടിക്കഴിഞ്ഞാലേ നമുക്ക് എല്ലാ ജില്ലയിലും 2-3 പമ്പ് വെച്ച് എന്തെങ്കിലും കാണും. കേരളത്തിലാണെങ്കിൽ ഒട്ടുമിക്ക എല്ലായിടത്തും ഉണ്ട് കേട്ടോ CNG പമ്പ്. ഉദാഹരണം കൊല്ലത്തിന് 2 പമ്പുണ്ട് അടുപ്പിച്ച്. ട്രിവാൻഡ്രത്തോട്ട് പോകുമ്പോൾ എങ്ങനെ പോയാലും ഒരു 7-8 പമ്പ് അടുപ്പിച്ചുണ്ട്. പക്ഷെ തമിഴ്നാട്ടിലോട്ട് വന്നാൽ കുഴപ്പമെന്ന് പറഞ്ഞാൽ മെയിൻ സെന്റർ എവിടെ വരുന്ന അവിടെ ചിലപ്പോൾ കാണത്തുള്ളൂ ഈ പറയുന്ന CNG പമ്പേ. എന്നാലും ഭയങ്കര ലാഭമാണ്. നമ്മൾ ഇലക്ട്രിക് ഓടി നിൽക്കുന്നുണ്ട്. കാരണം എനിക്ക് ആ കൊല്ലത്തിന് അടിച്ചത് CNG ആണ്. ഇപ്പൊ എനിക്ക് 190 കിലോമീറ്റർ ആയി. അതുകൊണ്ട് 500 രൂപയ്ക്ക് അകത്ത് എനിക്ക് ചെലവ് വന്നോളൂ. പിന്നെ വേറെ വരുമ്പോൾ നമ്മൾ AC ഇട്ടിട്ട് ഇനി എത്ര പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലാഭമാണ്, അല്ലേ? അതെ. AC ഇട്ടിട്ട് നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് CNG വെച്ചിരിക്കുന്നത് പക്കാ ലാഭം തന്നെയാ. ഒരു നഷ്ടവും തോന്നുന്നില്ല അതിനകത്ത്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ തൃശ്ശൂര് പോയതൊക്കെ ആണെങ്കിലും ഫുള്ള് AC ഇട്ടിട്ട് നമ്മള് ഭയങ്കരതായിട്ടാ പോയത്, അല്ലേ? നമുക്ക് അതെല്ലാം ലാഭമായിരുന്നു. 1200 രൂപയ്ക്ക് തൃശ്ശൂർ പോയിട്ടുണ്ട്. കൊല്ലത്ത് ഞാൻ തൃശ്ശൂരൊക്കെ പോയിട്ടുണ്ട്. 1200-250 രൂപയ്ക്ക് ഞാൻ കൊല്ലത്തുനിന്ന് തൃശ്ശൂർ പോയിട്ട് തിരിച്ച് വീട്ടിൽ വരും. യാത്ര സുഖമാണ്. വേണമെങ്കിൽ AC ഇട്ട് പോയി കഴിഞ്ഞാൽ ചിലവർ ഒരു 3-4 കിലോമീറ്റർ കുറയുമായിരിക്കും. എന്നാലും നമുക്ക് ലാഭമല്ലേ? നല്ല ലാഭമാണ്. നല്ല ലാഭമാണ്. അന്നേരം അടുത്ത നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? അന്നേരം രാമനാഥപുരത്താണ് നമ്മൾ ഈ ധനുഷ്കോടിയും രാമേശ്വരവും അവിടെ ചെന്നുള്ള കാഴ്ചകൾ അടിപൊളിയായി. അവിടത്തത് നമ്മള് പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ധനുഷ്കോടി, രാമേശ്വരം അല്ലേ? അവിടെ ഒരുപാട് പേര് കണ്ടിട്ടുള്ള കാഴ്ചകളാണെങ്കിലും നമ്മൾ പോകുമ്പോൾ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെ നമ്മള് APJ അബ്ദുൽ കലാം സാറിന്റെ വീടല്ലേ അത്? വീടും മ്യൂസിയം പോലെ ഒരു അദ്ദേഹം താമസിച്ചിരുന്ന വീടാണ്. മ്യൂസിയം ഉണ്ട്. അവിടെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല കേട്ടോ. പക്ഷെ അദ്ദേഹം താമസിച്ച വീട്ടിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. എങ്കിൽ എന്തായാലും നമ്മൾ അതെല്ലാം പോയിട്ട് എടുക്കുന്നതായിരിക്കും കേട്ടോ. അന്നേരം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായ മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതെ, നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
ഫേസ്ബുക്ക് ആണെങ്കിൽ ഫോളോ ചെയ്യുക അല്ലേ? അതെ. എന്താ ഇന്നത്തെ വീഡിയോ കുറച്ചുകൂടെ കാണുമായിരിക്കും. രാമേശ്വരം ടെമ്പിളും ഈ പറയുന്ന ധനുഷ്കോടിയൊക്കെ നാളെ ആയിരിക്കും വരുന്നത് കേട്ടോ. എന്തെങ്കിലും ലെങ്തി വീഡിയോ ആയിരിക്കും, ചില ബോർ അടിക്കുന്നുണ്ടെങ്കിൽ പറയല്ലേ, കമന്റ് നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും കുറ്റമോ കുറവോ അല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം. എന്നാലേ നമുക്കും അത് മനസ്സിലാക്കിയിട്ട് വീഡിയോസ് കുറച്ചുകൂടെ ബെറ്റർ ആക്കാനായിട്ട് പറ്റത്തുള്ളൂ അല്ലേ? അല്ലെങ്കിൽ നമ്മൾ ആ സെയിം തെറ്റുകൾ തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. നമ്മൾ പറയുന്നതിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് വ്യക്തത കുറവുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ കാണിച്ചു തരുന്നതിനകത്ത് എന്തെങ്കിലും ക്ലാരിറ്റി പ്രശ്നങ്ങളുണ്ടോ, എന്താണേലും നിങ്ങൾക്ക് ധൈര്യമായിട്ടല്ലേ നമ്മളോട് പറഞ്ഞു തരാം. CNG പമ്പെത്തി കേട്ടോ. അടുത്ത CNG അടിക്കാൻ പോവാണോ? തമ്പുരാൻ അറിയാം അവിടെ ചിലമ്പ് ഉണ്ടോ ഇല്ലെന്ന്. ഇല്ലാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും വിനീഷേ? ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല. അപ്പുറത്തോട്ട് വേറെ പെട്രോൾ അടിക്കുക, വണ്ടി എടുക്കുക. അതാണ് നമ്മൾ ഇങ്ങനെ ഒരു ഗുണമാണ് കേട്ടോ. CNG തീർന്നാൽ പെട്രോൾ ഹൈബ്രിഡ് വണ്ടിയാണ്. 2 ഫിഗറാണ് ഉപയോഗിക്കുന്നത്. പെട്രോൾ ഉപയോഗിക്കാം, CNG ഉപയോഗിക്കാം. അതുകൊണ്ട് നമുക്ക് ടെൻഷൻ ആവണ്ട. നമ്മൾ വഴി കടന്നു പോകും എന്നുള്ള ടെൻഷൻ ഒരിക്കലും വേണ്ട. നമ്മൾ ഈ പമ്പിൽ നിന്നാണ് പെട്രോൾ അടിക്കുന്നത്, CNG അടിക്കുന്നത്. CNG അടിക്കാനായിട്ട് തന്നെ നമ്മൾ വന്നിരിക്കുവാണ്. ഇവിടെ CNG ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ഇപ്പൊ അറിയാവേ. അപ്പൊ അതാണ്ട് നമ്മുടെ സേട്ടൻ CNG ഒക്കെ അടിച്ചിട്ട് അങ്ങോട്ട് പോയി. ഇവിടെ ഗൂഗിൾ പേ ഇല്ലല്ലേ? ഇവിടെ ഗൂഗിൾ പേ ഇല്ല, കാർഡ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ കാർഡാണ് എടുക്കുന്നത്. എത്ര കയറി? 6 കിലോ 6 കിലോ 410 ഗ്രാം കിലോ കേട്ടോ. CNG കണക്കൂട്ടുന്നത് 576 രൂപ 26 പൈസ. ഇവിടെ 89 രൂപ 90 പൈസ. അവിടെ ഇവിടെ വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരു 10 പൈസയുടെ കുറവേ ഉള്ളൂ. നമ്മളപ്പം ഇതാണ് കേട്ടോ CNG പമ്പിൽ നമ്മൾ വന്നത്. അപ്പം നമ്മളങ്ങനെ ഫൈനലി CNG ഒക്കെ അടിച്ചു. പെട്രോൾ എത്ര അടിക്കുന്നത്? പെട്രോൾ ഒരു 300 രൂപയ്ക്ക് അടിക്കാം. CNG ഞങ്ങളിപ്പം എത്ര രൂപ? 576 രൂപ. 6.25 കിലോ 6.25 കിലോ അല്ലേ പറഞ്ഞേ? ഞങ്ങളെല്ലാം ഇങ്ങനെ എഴുതി വെക്കും കേട്ടോ. ഞങ്ങൾ ചിലവൊക്കെ ചിലവുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇങ്ങനെ എഴുതി വെക്കും. നല്ലൊരു കാര്യമല്ലേ? പിന്നെ അവസാനം കിടന്ന് ബുദ്ധിമുട്ടുണ്ട് എവിടൊക്കെ കാശ് പോയി. അതെ അതെ അതെ. നമ്മൾ വലിയ പണക്കാരൊന്നും അല്ലല്ലോ ദൂരത്തടിച്ച് കളിക്കാൻ. വേറെ എന്തിനു നമ്മൾ ഓരോ രൂപ എടുത്താൽ പോലും അത് നമ്മൾ കണക്ക് ഇങ്ങനെ എഴുതി വെക്കും. നമ്മളിതാ പെട്രോൾ അടിക്കാൻ വേണ്ടി പോവാണ്. ടോയ്ലറ്റ് നീറ്റ് ആയിരുന്നു, കുഴപ്പമില്ല. ലേഡീസിന്റെ അടച്ചിട്ടിരിക്കുവായിരുന്നു. ഞാൻ പിന്നെ ജെന്റ്സിലും കയറി. മതി, കുഴപ്പമില്ല, അത്രയൊക്കെ മതി. ആ ചേട്ടൻ നീ വഴക്ക് പറയും നിന്നെ, നീ വീഡിയോ ഒരുപാട് ഒപ്പി എടുത്തു കഴിഞ്ഞാ. അങ്ങനെ വയറ് നിറച്ച് വണ്ടിക്ക് ഇന്ധനം നിറച്ചു. CNG കുറച്ചേ ഉള്ളൂ, പ്രഷർ ഇല്ലാന്ന് തോന്നുന്നു അവിടെയും. പിന്നെ സിലിണ്ടറിനകത്ത് കുറച്ച് CNG കാണും. ഇങ്ങനെ വല്ല ഒരു 1-2 കിലോ മേളിൽ കാണുമായിരിക്കും. പിന്നെ ഈ പറഞ്ഞ 6 കിലോ 6, 7, 9, 8.5 കിലോ CNG ഉണ്ട് വണ്ടിക്കകത്ത് കേട്ടോ. ഇങ്ങനെ വല്ല ഒരു 200, 240 അല്ല 250 കിലോമീറ്റർ മേളിൽ ഓടും. പിന്നെ ഒരു 200 പെട്രോൾ കൂടെ അടിച്ചു. 200 അല്ല 300 രൂപയ്ക്കല്ലേ നിലവിൽ വണ്ടിക്ക്. അത് ഫ്യൂൽ ഗേജ് നോക്കിയപ്പോൾ 2 കട്ടയുണ്ട്. ഒരു 2 കട്ട കൂടെ കയറുമായിരിക്കാം അല്ലേ? 300 രൂപയ്ക്ക് അടിച്ച്. കാരണം ഫ്യൂൽ ഗേജ് ഒരു അനക്കവും ഇല്ല. കുറച്ച് ദിവസമായിട്ട് ഈ 2 കട്ട ഇങ്ങനെ തന്നെ നിൽക്കുക. കംപ്ലൈന്റ് ആണോ എന്ന് പോലും അറിയാൻ വയ്യ. ഗിരീഷ, അന്നേരം നമ്മൾ ഇനി അടുത്ത് എങ്ങോട്ടാ പോന്നേ? രാമനാഥപുരം. 126 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് നമുക്ക് യാത്ര. പോകുന്ന വഴികളിൽ ഒരുപാട് കാഴ്ചകളും കാണാനുണ്ടായിരിക്കും അല്ലേ? അതെ അതെ അതെ. എനിക്കാണ് നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ട്. കാരണം വെച്ചാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ധനുഷ്കോടി കാണാനായിട്ട് പോകുന്നത്. കുറേ ആൾക്കാർ എനിക്ക് തോന്നുന്നു ഈ ട്രിപ്പ് ഞങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ വൈഫിനെ കാണാൻ പോയി അല്ലേ? ആ ചേച്ചിയാണെങ്കിലും ധനുഷ്കോടി പോയ എക്സ്പീരിയൻസ് പറഞ്ഞപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റോടൊക്കെയാ പറഞ്ഞത്. അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പോയി കാണണം അല്ലേ?
അതെ അതെ ഇവര് പോയിട്ടുണ്ട് കേട്ടോ, നേരത്തെ ഇവരൊക്കെ പോയിട്ടുണ്ട്. ഞാൻ പോയിട്ടില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അപ്പം എനിക്ക് ആ ഒരു എന്താണ് അവിടെ ഉള്ളതെന്ന് അറിയാൻ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഇനി നമുക്ക് യാത്ര ചെയ്യേണ്ട മണിക്കൂർ 2.5 മണിക്കൂറാണ് ഈ പറയുന്ന രാമനാഥപുരത്ത് പോകാൻ. 2.5 മണിക്കൂർ യാത്രയുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ 4:10 ഇപ്പം നിലവിൽ 1:45 ആവാറായി. ഈ 4:10 നമ്മളവിടെ ചെല്ലും. എന്നിട്ട് നമ്മൾ എവിടെയെങ്കിലും പമ്പ് കണ്ടെത്തുക, സ്റ്റേക്കുള്ള സൗകര്യം നോക്കുക, പറ്റുമെങ്കിൽ വൈകുന്നേരം ഒന്ന് കുക്ക് ചെയ്യുക. എന്നാലും ഉച്ചയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? കഴിക്കണോ? വേണ്ട. അല്ലെങ്കിൽ എനിക്കിനി ഒന്നും. ഇത്ര നാളായിട്ട് നമ്മളെ ക്യാമറ പഠിക്കും ഈ ക്യാമറമാൻ അറിയത്തില്ല കേട്ടോ. എന്തോ ചെയ്യാനാ, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇതേ വണ്ടിയാകുമ്പം കുലുങ്ങും, അപ്പൊ ഇതും കുലുങ്ങും. പൊട്ടക്കണ്ണിയാണോ ഇത്? നോക്കി നിനക്ക് അറിഞ്ഞുകൂടെ ഇത് ക്യാമറ എങ്ങനെ പിടിക്കണമെന്ന്? നിലവിൽ ഫോണിൽ കൂടെ ഒരു വലിയ ഡിസ്പ്ലേയും കൂടെ ഉണ്ട് അതിനകത്ത്. അതിൽ കൂടെ നോക്കി എനിക്ക് ക്യാമറ പിടിക്കാൻ അറിഞ്ഞൂടെ. പിന്നെ എന്താ എത്ര നാളും ഒന്നും പറയുന്നില്ല. എനിക്ക് ചിരിയൊന്നും വരുന്നില്ല. അളിയെ പിന്നെ ഇടയ്ക്കിട്ട് അടിയിലും മണ്ടത്തരങ്ങളൊക്കെ അടിക്കാറുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസമായി പറയണോ? മിണ്ടായിരുന്നോ? എന്ത് മിണ്ടാതെ ഇവിടെ ഇരുന്നാൽ ഞാൻ വരും കൂടെ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ. നമ്മളെ വീഡിയോ കാണുന്നവർക്ക് അതൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യല്ലേ? വേണ്ട അതൊന്നും കമന്റ് ചെയ്ത് ഉറപ്പായിട്ട് മെസ്സേജ് ചെയ്യും. എന്നാലും ഇങ്ങനെ ഒരു ചോദ്യം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. ഇങ്ങനെ നമുക്ക് സംശയങ്ങൾ വന്നാൽ നമ്മളെ ചോദിക്കണം. ആ ചോദ്യത്തിന്റെ ഡെപ്ത് അറിയേണ്ട കാര്യങ്ങൾ നമുക്കില്ല. നമുക്ക് സംശയം വന്നാൽ നമ്മൾ അത്. നീ ഒരു എംകോംകാരിയാണെന്ന് നീ ചിന്തിച്ചോണം. എംകോംകാർക്ക് എന്താ സംശയം വരാൻ പറ്റത്തില്ലേ? ഈ സംശയം കേൾക്കണോ? വേണ്ട, നമുക്ക് ഞാൻ വേണേ പറഞ്ഞു തരാം. നമ്മളെ കേരളത്തിൽ ഉപയോഗിക്കുന്ന നോട്ടുണ്ടല്ലേ, കേരളത്തിൽ ഉപയോഗിക്കുന്ന നോട്ടുണ്ടല്ലോ, തമിഴ്നാട്ടിൽ എടുക്കുമെന്ന്. അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ ആയിരുന്നില്ല. അതെ, പ്രശ്നം അതൊന്നുമല്ല. നമ്മളെ ഈ ഗൂഗിൾ പേ എന്നൊരു സാധനം കാരണം, അല്ലെങ്കിൽ നമ്മളെ ATM കാർഡൊക്കെ സ്വൈപ്പ് ചെയ്തല്ലേ ക്യാഷ്. അതുകൊണ്ട് ഇവർക്കൊന്നും ക്യാഷ് ലിക്വിഡ് മണിയെ കുറിച്ചൊന്നും അറിയത്തില്ല എന്ന് തോന്നുന്നു. നേരത്തെ പറഞ്ഞ അടുക്കളയിൽ മാത്രം അടുക്കള കയറില്ല, പഠിത്തം മാത്രമല്ലേ ഉള്ളു. പഠിത്തം മാത്രം? എന്റെ പഠിപ്പിച്ച മിസ്സുമാരൊന്നും ഇത് കേൾക്കരുത്. ഏതാ ഫിനാൻസ് ടാക്സേഷൻ? എന്തായിരുന്നു എടുത്ത? ഏതായിരുന്നു വിഷയം? എംകോം ഏതായിരുന്നു? എംകോം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ. വെരി ഗുഡ്. ചോദ്യങ്ങളൊന്നും വരരുതേ. അബദ്ധത്തിൽ ആക്കിയതൊക്കെ ഓരോ അബദ്ധങ്ങൾ ഇങ്ങനെ സംഭവിക്കും ഇല്ലേ? ഇടയ്ക്ക് മാത്രം. ഇനി നിങ്ങളും അത് അനുഭവിക്കേണ്ടി വരും അല്ലേ? നമ്മള് കേരളത്തിൽ ഉപയോഗിക്കുന്ന നോട്ടൊക്കെ തമിഴ്നാട്ടിൽ എടുക്കുമോ? പിന്നെ എടുക്കും. അവരുടെ റിസർവ് ബാങ്ക് വേറെ, അതുകൊണ്ടായിരിക്കും അല്ലേ അച്ചടിക്കുന്നതൊക്കെ വേറെ പൈസ അല്ലേ? അവരെ എടുക്കും. ഓക്കെ, ഇങ്ങനെ മണ്ടത്തരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മുമ്പോട്ട് പോവുകയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ള് കാണുക അല്ലേ? റോഡൊന്നും കാണിച്ചേ. അങ്ങനെ നമ്മള് വൈകുന്നേരം ഒരു എത്ര മണിയായി? 5:15 അല്ലേ? 5:15 ആയപ്പോഴത്തേക്കും നമ്മള് രാമനാഥപുരം എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ വൈകുന്നേരം ഒരു 5:15 ആയപ്പോൾ നമ്മൾ രാമനാഥപുരം എത്തി. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ പോവാണ്. നമ്മളിനി സ്റ്റേ ചെയ്യാനുള്ള ഒരു പമ്പ് നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഇതുവരെ നമുക്ക് കിട്ടിയില്ല. രാമനാഥപുരത്ത് ഇവിടെ പമ്പ് കിട്ടാൻ ചാൻസ് കുറവാട്ടോ. കാരണം ഇച്ചിരി റഷ് ഉള്ള സ്ഥലമാണ്. ഒരു മെഡിക്കൽ കോളേജ് തൊട്ടടുത്തുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ പറ്റത്തില്ല. അന്നേരം ധനുഷ്കോടി റൂട്ടിലെങ്ങാണോ നമുക്ക് ഇനി നോക്കണം. അതായിരിക്കും എനിക്കൊന്ന് ബെറ്റർ അതാന്ന് തോന്നുന്നു. കാരണം നമുക്ക് നാളെ പോവേണ്ടതും അങ്ങോട്ടാ. അപ്പം ആ ഒരു അത് നോക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് ഇനി നമുക്ക് പമ്പ് കണ്ടെത്തുക, ഭക്ഷണം പ്രിപ്പയർ ചെയ്യുക, കഴിക്കുക. ഞങ്ങളിപ്പോൾ ഒരു ചായ കുടിച്ചായിരുന്നു കേട്ടോ. ചായ കുടിച്ചു. പിന്നെ ഞങ്ങൾ യാത്ര തുടങ്ങി അല്ലേ? ഏതാണ്ട് ഒരു 4 കിലോമീറ്റർ അല്ലേ മുന്നോട്ട് പോയി. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങള് ഇപ്പോ വണ്ടിയിൽ ഇരിക്കുവാണ്. ഇനി എവിടെയെങ്കിലും ഒരു ചായ കടി എല്ലാം 60 രൂപയുണ്ട്. 2 വടയും പിന്നെന്തായിരുന്നു? ഒരു ബജ്ജിയും. ഒരു ബജ്ജി, 2 ചായ. ഇഞ്ചി ചായ എന്തോ ചായ എനിക്കറിയത്തില്ല, എന്തോ ഒരു സാധനം മിക്സ് ചെയ്ത് തന്നു. ചായ എന്ന് പറഞ്ഞു ഞങ്ങള് കുടിച്ചു. നല്ല പുകഞ്ഞ് കത്തി ഇറങ്ങി. അതെ, ഞങ്ങൾ ഉള്ളെല്ലാം പുകഞ്ഞ് കത്തി ഇരിക്കുവാണ്. അപ്പൊ ഇനി കുക്ക് ചെയ്യുന്ന വീഡിയോ ആണ് അല്ലേ? ആദ്യം സ്റ്റേ കണ്ടുപിടിക്കാം, അത് കഴിഞ്ഞ് നമുക്ക് കുക്ക് ചെയ്യാം. ആദ്യമേ പറഞ്ഞില്ലേ അത്യാവശ്യം നല്ല റഷ് ഉള്ള സ്ഥലമാണ്. പിന്നെ ഈവനിങ് കൂടി ആയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല തിരക്കായി കഴിഞ്ഞു. നല്ല റോഡാണ് അല്ലേ? നമ്മൾ വന്ന വഴികളൊക്കെ എന്ന് പറഞ്ഞാൽ അത്ര മോശമൊന്നുമല്ല, എല്ലാം നല്ല റോഡുകളാണ്. അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇതാണ് സ്ഥലം.
രാമനാഥപുരം നമ്മളെത്തി. നമ്മളിപ്പോ ധനുഷ്കോടിയിലോട്ട് പോകുന്ന പക്ഷെ അതൊക്കെ രാത്രി 11 മണിയാകുമ്പോഴത്തെ ക്ലോസ് ആവും. അതുകൊണ്ട് അവിടെ ആരും കാണത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മള് അങ്ങനെ വേറെ പമ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. ഇതൊക്കെ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തതാണ് നേരത്തെ, കാരണം ഇങ്ങനെയൊക്കെ വരുമെന്നുള്ളത്. എന്നും മറ്റുള്ള ഇത്ര ദിവസം ഞങ്ങൾ യാത്ര ചെയ്തപ്പോഴേ ചെന്ന് ചോദിച്ചു ഉടനെ അവര് പറയും ഓക്കെ കുഴപ്പമില്ലാന്ന് പറയും. ഒരു റിജക്ഷൻ വന്നപ്പോ ഒരു ഇതല്ലേ ആദ്യമായിട്ട് അതാണ്. കുഴപ്പമില്ല, നമ്മളെന്തായാലും മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത പമ്പിൽ നമ്മൾ ചോദിക്കും അല്ലേ, ചോദിച്ചാൽ അവിടെ സ്റ്റേ കിട്ടും. കിട്ടാതിരിക്കത്തൊന്നുമില്ല, എവിടെങ്കിലും ഒക്കെ എന്തായാലും കിട്ടും, പേടിക്കാനൊന്നുമില്ല അല്ലേ. യാത്ര എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചെലവ് ചുരുക്കി എങ്ങനെ നമുക്ക് യാത്ര ചെയ്യാം എന്ന രീതിയിലാണ് ഞങ്ങൾ ഇറങ്ങി തിരിച്ചത്. കാരണം ഒരു 40 ദിവസമുള്ള റൂംസൊക്കെ എടുത്ത് താമസിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കേസല്ല. എങ്ങനെ പോയാലും 1000-1500 വെച്ച് വേണം. 30 ദിവസം അറിയാലോ, നല്ലൊരു എമൗണ്ട് വേണം. ഞങ്ങൾ അതുകൊണ്ടാണ് മാക്സിമം ഞങ്ങൾ ചെലവ് ചുരുക്കി എത്രമാത്രം ലാഭിക്കാം ആ തുക കൊടുത്ത് കൂടുതൽ യാത്ര ചെയ്യാം, കൂടുതൽ ദൂരം യാത്ര ചെയ്യാം എന്നൊരു ലക്ഷ്യത്തോടാണ് ഞങ്ങൾ ഇറങ്ങി തിരിച്ചത്. അവിടെ ഞങ്ങൾ കുക്കിങ്ങും എല്ലാം ഞങ്ങൾ സ്വയമേ ചെയ്തിട്ട് ആ ഒരു സേവ് ചെയ്യുന്ന പൈസ കൊണ്ട് ഞങ്ങൾക്ക് എത്രമാത്രം ദൂരെ കവർ ചെയ്യാം, അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അന്നേരം നോക്കാം, എവിടെയെങ്കിലും സ്റ്റേ കിട്ടും അല്ലേ. പമ്പ് അപ്പുറത്തൊരു പമ്പ് ഉണ്ട്, പക്ഷെ നോക്കണം. ബിനീഷേ എന്തായി, കുക്കിംഗ് ഹാപ്പി ആയോ? ഹാപ്പി ആയോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല. അങ്ങനെ ഒരു പമ്പിൽ ഞങ്ങൾ സ്റ്റേ കിട്ടി കേട്ടോ. ചെന്ന് ചോദിച്ചു കുഴപ്പമില്ലല്ലേ, അവര് പറഞ്ഞു കുഴപ്പമില്ല, സൈഡിൽ ഒതുക്കി അവിടെ കിടന്ന് ഉറങ്ങിക്കൊള്ളാൻ പറഞ്ഞു അല്ലേ. അങ്ങനെ ഞങ്ങൾ രാത്രി ചപ്പാത്തിയും കിഴങ്ങ് കറി ഉണ്ടാക്കാൻ പോവുകയാണ്. വൈകിടാൻ പറ്റില്ല, ഇവിടെ വെട്ടക്കുറവാണ്. പമ്പിൽ നിന്ന് കുറച്ചും കൂടെ മാറി നിന്നാണ് ചെയ്യുന്നത്. പമ്പിലിട്ട് തീടാൻ പറ്റത്തില്ലല്ലോ. അന്നേരം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വണ്ടിയൊക്കെ സൈഡിൽ ഇട്ടിട്ട് ഒന്ന് ഫ്രഷ് ആണോ നീലി? ഇവിടുത്തെ ബാത്റൂം വലിയ പ്രശ്നമാണ് കേട്ടോ, നീറ്റാണ് കേട്ടോ, വൃത്തിയുള്ള ബാത്റൂമാണ്, സ്മെല്ലോ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അന്നേരം നാളെ ഞങ്ങൾ ധനുഷ്കോടിക്കാണ് പോകുന്നത്. ധനുഷ്കോടിക്ക് ഇവിടുന്ന് ഏകദേശം 45 കിലോമീറ്ററേ കാണത്തുള്ളൂ. ധനുഷ്കോടിക്ക് 45 കിലോമീറ്ററേ ഉള്ളൂ. നാളെ ഫുള്ള് ധനുഷ്കോടി ആയിരിക്കും, മറ്റന്നാൾ അവിടെ തിരിക്കും അല്ലേ. നാളെ തന്നെ തിരിക്കാൻ പറ്റുമോ അറിയത്തില്ലല്ലേ. അന്നേരം നമുക്ക് അവിടെ ചെന്നിട്ട് പറയാം ബാക്കി കാര്യങ്ങളല്ലേ. അന്നേരം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായ ലൈക്കിനും ഷെയറിനും ഫോളോനും മറക്കുകയും ചെയ്യരുത്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ജസ്റ്റ് സബ്സ്ക്രൈബിനും മറക്കരുത് ഇല്ലേ. അതെ, ഞാൻ നല്ല ബിസി ആയതുകൊണ്ടാണ് മൈൻഡ് ചെയ്യാതിരിക്കുന്നത്. ഇപ്പോൾ ട്രാക്ടറിനകത്തുണ്ടോ വിറക് കൊണ്ടുവന്നു, അതിനകത്ത് 2-3 ചേച്ചിമാരൊക്കെ ഇരിപ്പുണ്ട്. അവരൊക്കെ എന്ത് ബുദ്ധിമുട്ടിയായിരിക്കും അതിനകത്ത് ഇരിക്കുന്നത്. ട്രാക്ടറിനകത്ത് ചേച്ചിയും 2-3 ചേട്ടന്മാരും എല്ലാം ആയിട്ടാണ് അത്രയും ലോഡ് എടുക്കുന്നത്. ഇതൊക്കെ തമിഴ്നാട്ടിൽ വന്നാൽ കാണാൻ പറ്റുന്ന പ്രത്യേക കാഴ്ചകളല്ലേ. ഒരു നമ്മളിങ്ങോട്ട് വരുന്ന ഓട്ടോറിക്ഷക്കതെ സ്കൂൾ കുട്ടികൾ പോകുന്നുണ്ടായിരുന്നു. നീ എങ്ങനെയായിരുന്നു? നമ്മുടെ നാട്ടിൽ അതുപോലെ കന്നുകാലികളെ മാത്രമേ കൊണ്ടുപോകാറുള്ളൂ. അടുക്കി ഒരു ഓട്ടോറിക്ഷക്കത് എങ്ങനെയൊക്കെ കുട്ടികളെ കയറ്റം, ആ രീതിയിലാണ് കുട്ടികളെ ഭയങ്കര. സത്യം പറഞ്ഞാൽ ഒരുപാട് പിള്ളേർ ആ ചെറിയൊരു ഓട്ടോയ്ക്കകത്ത് തിങ്ങി നെരുങ്ങിയിരിക്കുന്നു. ഡ്രൈവിംഗ് സീറ്റിൽ വരെ പിള്ളേർ, ഡ്രൈവിംഗ് സീറ്റ് വരെ പിള്ളേർ, അപ്പുറവും ഇപ്പുറവും പിള്ളേരായിട്ട്. സാധാരണ നമ്മുടെ നാട്ടിലും ഇങ്ങനെ ഡ്രൈവിംഗ് സീറ്റിലൊക്കെ ഒരാളെയൊക്കെ കയറ്റും. പക്ഷെ ഇത് 2-3 പേരൊക്കെയാ ഒരു സ്ഥലത്തിരിക്കുന്നത്. അന്നേരം ഞങ്ങൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നാളെ രാവിലെ വീണ്ടും കാണാം ഇല്ലേ. ഓക്കെ, കഴിക്കുന്നേം കൂടെ കാണിക്കണ്ടേ? കഴിക്കണോ? കഴിക്കുന്നേം കൂടെ കാണിക്കാം. എന്നാ കാണിക്കാം. ഇതാണ് ബിനീഷ വെച്ച കിഴങ്ങ് കറി അല്ലേ. തപ്പി എടുക്കണം കിഴങ്ങൊക്കെ. എടാ ചപ്പാത്തി. അന്നേരം നമ്മളെ പാചകം കഴിഞ്ഞില്ലേ. അന്നേരം ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ്. അന്നേരം എല്ലാവർക്കും ശുഭരാത്രി അല്ലേ. ഇന്നത്തെ വീഡിയോ അടിപൊളിയായിരുന്നില്ലേ? എക്സ്പീരിയൻസ് ഒക്കെ അടിപൊളിയായിരുന്നില്ലേ? എനിക്ക് തോന്നുന്നു നമ്മള് രാവിലെ ഭക്ഷണം കഴിച്ചു, ഉച്ചക്ക് പിന്നെ കഴിക്കേണ്ടി വന്നില്ലല്ലോ നമുക്ക്. കാരണം ഒരു 11 മണിയായി ഞങ്ങൾ കഴിച്ചപ്പം. പിന്നെ വൈകിട്ട് ഇപ്പൊ കഴിക്കാൻ പോവാ. സ്റ്റേയും സേഫ് ആണ്, കുഴപ്പമില്ല, ഹാപ്പിയാണ്. ഇതാണ് രാത്രിയിലത്തെ ചപ്പാത്തിയും കിഴങ്ങറിയും.